ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുരിങ്ങാച്ചപ്പ് കൊണ്ട് അടിപൊളി കറി. മുരിങ്ങാച്ചീര അല്ലെ മുരിങ്ങ ഇല. മുരിങ്ങാച്ചീരക്ക് കന്നഡയിൽ നുഗ്ഗസൊപ്പു. ഇതിന് വേണ്ടുന്നത് പരിപ്പ്, സാമ്പാർ പരിപ്പ്. നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പില്ലേ, അതാണ് സാമ്പാർ പരിപ്പ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ചക്കക്കുരു. നല്ല അടിപൊളി ടേസ്റ്റാണ്. കന്നഡയിൽ ചക്കക്കുരുവിന് അലസിന ബീജ, പിന്നെ പരിപ്പിന് കന്നഡയിൽ ബേളെ. ഇത് രണ്ടും ഒന്നിച്ചിട്ടിട്ട് വേവിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ಎರಡನ್ನೂ ಸೇರಿಸಿ ಬೇಯಿಸಬೇಕು. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ മുരിങ്ങ ഇല നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തതിന് ശേഷം നല്ലോണം കഴുകണം. കഴുകിയതിന് ശേഷം ഈ ಬೆಂದ ಬೇಳೆಂಚ പരിപ്പിലേക്ക് ഈ മുരിങ്ങച്ചീര എണ്ണ, ഈ ನುಗ್ಗೆ ಸೊಪ್ಪನ್ನು ಹಾಕಬೇಕು. അതിട്ടതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. മഞ്ഞൾപ്പൊടിക്ക് കന്നഡയിൽ അരിശിനപ്പൊടി, മുളക് പൊടിക്ക് മെಣಸಿನപ്പൊടി, പിന്നെ ഉപ്പിന് ഉപ്പ്. കുറച്ച് വെള്ളം വേവാൻ വേണ്ടി വയ്ക്കണം. സ്വല്പം നീര് എന്ന് പറഞ്ഞാൽ വെള്ളം ഇതിലേക്ക് ആക്കಬೇಕು. ഈ മുരിങ്ങ ഇല അധിക നേരം വേവാൻ പാടില്ല. ഒരു 5 മിനിറ്റ് വെന്താൽ മതി. അധിക നേരം വെന്താൽ മുരിങ്ങ ഇല കയ്പ്പ് വരും. അതുകൊണ്ട് 5 മിനിറ്റ് വെന്താൽ മതി. ನುಗ್ಗೆ ಸೊಪ್ಪನ್ನು ಜಾಸ್ತಿ ಹೊತ್ತು ಬೇಯಿಸಬಾರದು എന്ന് വെച്ചാൽ അധിക നേരം വേവിക്കാൻ പാടില്ല. ഇത് വെയിറ്റ് ഇടാതെ വേവിക്കണം. 5 മിനിറ്റ് വെയിറ്റ് വിടാതെയാണ് വേവിക്കേണ്ടത്. വെയിറ്റ് ആക്കാതെ വേവിസಬೇಕು. മുരിങ്ങാച്ചീര വെയിറ്റ് ഇടാൻ പാടില്ല. അങ്ങനെ 5 മിനിറ്റ് വേവിച്ചാൽ മതി. അതിന് ശേഷം ഇതിലേക്ക് തേങ്ങയും ജീരകവും ചേർത്തിട്ട് ഒന്ന് അരച്ച് ഇതിലേക്ക് ചേർക്കണം. ನಂತರ ಇದಕ್ಕೆ ತೆಂಗಿನಕಾಯಿ ಮತ್ತು ಜೀರಿಗೆ എന്ന് ജീരക ರುಬ್ಬಿ ಇದಕ್ಕೆ ಹಾಕಬೇಕು. ಅಂತ അരച്ച് ഇതിലേക്ക്. ഇത് നല്ല പേസ്റ്റ് ആവാൻ പാടില്ല. 90% അരഞ്ഞാൽ മതി. ಇದು ಜಾಸ್ತಿ പേസ്റ്റ് ಆಗೋ ಬೇಡ. 90% ರುಬ್ಬಿದ್ರೆ ಸಾಕು. ನಂತರ പിന്നെ ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്താൽ മതി. ഒരുപാട് വെള്ളം ആവാൻ പാടില്ല. കുറച്ച് നോക്കി ഇതിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഞാൻ വീഡിയോയിൽ തോರಿಸಿದ നീരുവെച്ച വെള്ളം ചേർത്താൽ മതി. എന്നതിന് ശേഷം ഇത് ഒന്ന് അടുപ്പത്ത് വെച്ച് ഒരു തള വന്നാൽ മതി. ഒറ്റ പ്രാവശ്യം ഇത് ഒന്ന് കുതി എന്ന് വെച്ചാൽ ഒരു തള വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് വന്നതിന് ശേഷം ഇത് സ്റ്റവ് ഓഫ് ചെയ്യുക. ನಂತರ പിന്നെ ഇതിലേക്ക് വറുത്തെണ്ണ, കടുകും മുളകും, ഇതൊക്കെ ഒഗ്ഗരണ എന്ന് പറഞ്ഞാൽ വറുത്തിട്ടാൽ മതി. സാസിവ എന്ന് പറഞ്ഞാൽ കടുക്, പിന്നെ കടുക് ചില്ലി ಹಾಕಿ ಒಗ್ಗರಣೆ ಮಾಡಿ. ഇപ്പോൾ കറി റെഡിയായി. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ചപ്പാത്തിക്കും റൈസിനും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യണേ. താങ്ക് യു.